ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക പൊടിയുമായിട്ടാണ്. നടുവേദന, മുടി കൊഴിച്ചൽ, രക്തക്കുറവ് എന്നുപോലുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരം തന്നെയാണ്. വണ്ണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കർക്കിടക പൊടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നിൽ എള്ളൊഴിച്ച് ബാക്കിയൊന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കും കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് എള്ളാണ് കേട്ടോ. എള്ള് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. രക്തക്കുറവ്, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുത്താറി അഥവാ റാഗിയാണ് കേട്ടോ. 1 കിലോ എള്ള്, അതുപോലെ തന്നെ 1 കിലോ മുത്താറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുത്താറിയുടെ ചവ ഒരുപാട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ മുത്താറി 1/2 കിലോ എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് കടലയാണ്. കടലയും ഞാനിവിടെ 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എടുത്തിരിക്കുന്നത് 1 കിലോ അവിലാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുത്താറിയുടെ അളവ് കുറക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്കും കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുഴുങ്ങലരി ഞാനിവിടെ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നോക്കി ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനിത് ഇവിടെ എള്ള് കഴുകിയെടുക്കാനായിട്ട് പോവാണ്. എള്ള് ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എള്ള് നല്ല കല്ലുള്ളത് കൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പ് വെച്ചിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ എള്ള് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി ഇതുപോലെ നിങ്ങൾ പുഴുങ്ങലരിയും അതുപോലെ തന്നെ മുത്താറിയും നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ കഴുകിയെടുക്കുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. അതാവുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൊടിക്ക് ഒട്ടും ഈർപ്പമില്ലാണ്ട് അതുപോലെ തന്നെ കുറേ നാൾ കേടുകൂടാതിരിക്കാനായിട്ട് നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു കോട്ടൻ്റെ മുണ്ട് എടുത്തിട്ടുണ്ട്. കാവി മുണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് വിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള എള്ളാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ഫാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് മുത്താറിയും അതുപോലെ തന്നെ പുഴുങ്ങലരിയും ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കൈവച്ചൊന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാവുന്നതാണ്. നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് ചെറുതീയിൽ വേണം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് പുഴുങ്ങലരി നന്നായിട്ട് വറുത്തെടുക്കണം. അത് മുരിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം. ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. മുത്താറി ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. നമുക്ക് വായിലിട്ട് കടിക്കുന്ന സമയത്ത് നന്നായിട്ട് മുരിഞ്ഞു വന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അടുത്തതായിട്ട് ഞാനിത് ഇവിടെ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം നമ്മൾ ചെറിയ രീതിയിൽ വേണം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുക്കുന്ന എല്ലാം തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു പൊടിയുടെ രുചി എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത് പോലെ ഇരിക്കും. നിങ്ങളിത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അല്പം പശു നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടയുടെ പരുവത്തിലാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എള്ള് നന്നായിട്ട് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാനിത് മിക്സിയിലാണ് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാനിത് ഇവിടെ മുത്താറിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ചൂടോടുകൂടി പൊടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് പൊടിച്ചെടുക്കാണ്ട് അപ്പോൾ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഞാനിത് ഇവിടെ മുത്താറി നന്നായിട്ട് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് പൊടിച്ചെടുക്കേണ്ടത് എള്ളാണ്. എള്ള് ഇതുപോലെ പൗഡർ രൂപത്തിലാവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ക്രഷ് ചെയ്യുന്ന പറയുമ്പോൾ ഒരുപാട് അങ്ങ് ഇതാവാണ്ട് ചെറിയ പൊടി രൂപത്തിൽ ഇതുപോലെ തന്നെ നൈസായിട്ട് പൊടി രൂപത്തിലൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ അവിലാണ് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. അവിൽ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ വായിലിട്ട് കടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടുന്ന രീതിയിലായിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. എള്ള് മാത്രം നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പം ഞാനിത് അവൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിനി നിരക്കടലയാണ് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. നിരക്കടല നന്നായിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. കടല വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുക്കായെന്നറിയാൻ നമ്മൾ വറുത്ത കടല ഉപയോഗിക്കില്ലേ, അതുപോലെ ആ രൂപത്തിലേക്ക് കടലയായി വരണം കേട്ടോ. അതുവരെ ചെറുതീയിലൊന്ന് വറുത്തെടുക്കണം. ഇതേ രീതിയിൽ ഞാൻ അരിയും വറുത്തെടുത്തിട്ടുണ്ട്. അരിയും നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന രീതിയിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഞാനിതാ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം.
നമ്മളിത് കഴിക്കുന്ന സമയത്ത് 2 നേരമായിട്ടാണ് കഴിക്കേണ്ടത്. രാവിലെയും വൈകുന്നേരമാണ് കഴിക്കേണ്ടത്. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിത് അല്പം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് തേങ്ങയാണ് കേട്ടോ, അതായത് നാളികേരം. ശർക്കര ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നാളികേരമാണ് കേട്ടോ, അതായത് തേങ്ങ ചിരകിയതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അല്പം പശുനെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഒരു ഉണ്ട രൂപത്തിൽ ആക്കിയെടുത്തിട്ട് കഴിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ 2 നേരം കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതാണ്. ഇനിയിപ്പം വണ്ണം ഒരുപാടുള്ളവരാണെങ്കിൽ 1 നേരമായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വറുത്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റ ബൈ, സീ യു.